The Real FM 103.6. ശ്രദ്ധ. അവയവത്തകരാർ മൂലം ചികിത്സയ്ക്കെത്തുന്ന യുവാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ഈയൊരു സാഹചര്യത്തിലും അവയവദാനത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. എന്നാൽ ഈ രംഗത്ത് മാതൃകയായിരിക്കുകയാണ് ഒരു മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിയുടെ കുടുംബം. പുതുവത്സര ദിനത്തിൽ ബംഗളൂരുവിൽ നടന്ന റോഡ് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അലൻ അനുരാജിൻ്റെ അവയവങ്ങൾ 8 പേർക്കാണ് പുതുജീവൻ നൽകിയത്. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രാഷിസ്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി റോഡ് അപകടത്തിൽ തീവ്രമായ മസ്തിഷ്ക ആഘാതം സംഭവിക്കുകയും അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച് അവിടെ വെച്ച് മസ്തിഷ്കമരണം സ്ഥിരീകരിച്ച് ഡോക്ടർമാർ ആ കുട്ടിയുടെ മാതാപിതാക്കളോട് മസ്തിഷ്കമരണം എന്നറിയിക്കുകയും ആ മാതാപിതാക്കൾ അവൻ്റെ അവയവങ്ങൾ എല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് അവരെ പുതുജീവൻ ഏൽപ്പിക്കാൻ പറ്റിയാൽ അതിനും ഞങ്ങൾ തയ്യാറാണെന്ന് ഡോക്ടർമാരെ അറിയിക്കുകയും അതിനുശേഷം അവൻ്റെ 2 കണ്ണുകൾ, ഹൃദയം, ശ്വാസകോശം, ഹാർട്ട്, പാൻക്രിയാസ്, കിഡ്നീസ്, ലിവർ എല്ലാം ദാനം ചെയ്യാൻ തയ്യാറാകുകയും അതുവഴി കേരളത്തിന് തന്നെ മാതൃകയായ ആ ദമ്പതികൾ. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ മസ്തിഷ്കമരണാനന്തര അവയവദാനം വളരെ കുറഞ്ഞ തോതിൽ നടക്കുന്നു. എന്നാൽ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ആകട്ടെ ആ കണക്ക് 150 200 ആണ്. അപ്പോൾ നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് കേരളത്തിലെ ആൾക്കാർ എന്തൊക്കെയോ സംശയങ്ങൾ കാരണം മസ്തിഷ്കമരണാനന്തര അവയവദാനത്തിന് തയ്യാറല്ല എന്നാണ്. പക്ഷെ നമ്മൾ ഈ അലന്റെ കുടുംബം കാണിച്ച മാതൃകാപരമായ ആ ഒരു സമ്മതം മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനമാകുക. അതായത് ഡോക്ടർമാർക്കാണെങ്കിലും ആശുപത്രി അധികൃതർക്കാണെങ്കിലും അവരുടെ ICUയിൽ ഒരു മസ്തിഷ്കമരണം സംഭവിച്ച രോഗി കിടക്കുകയാണെങ്കിൽ അത് മസ്തിഷ്കമരണമാണെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുകയും ആ സ്ഥിരീകരിച്ച ശേഷം ബന്ധുക്കളെ മസ്തിഷ്കമരണം സംഭവിച്ചുവെന്ന് അറിയിക്കുകയും അറിയിച്ചാലല്ലേ ബന്ധുക്കൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഡോക്ടർമാര് ഇവരോട് മസ്തിഷ്കമരണം സംഭവിച്ചത് അറിയിക്കാതിരുന്നാൽ അവർക്ക് അവരുടെ അവയവദാന സന്നദ്ധത എങ്ങനെ നമ്മളെ അറിയിക്കാൻ പറ്റും? അപ്പോൾ കേരളത്തില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആശുപത്രിയിൽ മസ്തിഷ്കമരണ സ്ഥിരീകരണം നടക്കുന്നേ ഇല്ല. പക്ഷേ ആകെ കൂടെ നടന്ന 10 11 നമ്മൾ പരിശോധിച്ചാൽ അത് ബന്ധുക്കളുടെ ആഗ്രഹപ്രകാരം അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഡോക്ടർമാരുടെ അടുത്ത് ആവശ്യപ്പെടുക മസ്തിഷ്കമരണമാണെങ്കിൽ അത് ഡോക്ടർ ഒന്ന് സ്ഥിരീകരിച്ചാൽ ഞങ്ങൾ അവയവദാനം തയ്യാറാണ് എന്നുള്ള ആ ഒരു പ്രഷറിലാണ് പലപ്പോഴും കേരളത്തിലെ മസ്തിഷ്കമരണം നിർണ്ണയിക്കപ്പെടുന്നത്. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ നോക്കിയാൽ അതൊരു റുട്ടീൻ പ്രാക്ടീസാണ്. ആശുപത്രികളിൽ മസ്തിഷ്കമരണം സംഭവിച്ച വ്യക്തി ഉണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കുകയും ബന്ധുക്കളെ അറിയിക്കുകയും അതിനുശേഷം അവർ സന്നദ്ധമാണെങ്കിൽ സർക്കാരിന്റെ അവിടുത്തെ അവയവദാന ഓർഗനൈസേഷൻസ് ഉണ്ട്. അതായത് കേരളത്തിൽ കേസോട്ടോ പോലെ കർണാടകത്തിൽ ജീവസാർത്ഥകത അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ട്രാൻസ്റ്റാൻ അവരെ അറിയിക്കുകയും അവരുടെ സുതാര്യമായ അവയവവിന്യാസത്തിലൂടെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രക്രിയ കേരളത്തിൽ അതിനുള്ള സംവിധാനമുണ്ടെങ്കിലും ആശുപത്രികൾ മസ്തിഷ്കമരണം സ്ഥിരീകരിക്കപ്പെടുന്നില്ല, സ്ഥിരീകരിച്ച രോഗികളുടെ ബന്ധുക്കളെ അറിയിക്കുന്നില്ല. ഈ ഒരു പ്രക്രിയ ഈ കഴിഞ്ഞ ജനുവരിയിൽ ആദ്യവാരം നടന്ന ഒരു മാതൃകാപരമായ മലയാളി ദമ്പതികളുടെ തീരുമാനം നമ്മുടെ ഇവിടെ ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും ഒരു പ്രചോദനമാകട്ടെ, സമൂഹത്തിന് തന്നെ ഒരു പ്രചോദനമാകട്ടെ. കാരണം നമുക്ക് പൊലിഞ്ഞുപോയ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു 8 കുടുംബങ്ങൾക്കാണ് തിരിച്ച് ജീവിതം ലഭിക്കുന്നത്. അവർക്ക് പുനർജന്മം കിട്ടുന്നതിന് തുല്യമാണ്. അവയവദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കെസോട്ടോ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ബേസിൽ സാജു. ഇന്ത്യയിലുടനീളമുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 2023 വർഷം ഇന്ത്യയിൽ ആകെ 1099 ആളുകൾ മാത്രമാണ് മരണാനന്തര അവയവദാനത്തിനായി കടന്നു വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായും ഒരു വലിയ നമ്പർ അല്ല. ലോകമെമ്പാടും മരണാനന്തര അവയവദാന പ്രക്രിയ എത്ര നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മില്യൺ ആളുകളിലും എത്ര മരണാനന്തര അവയവദാനം നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മില്യൺ ആളുകളിലും 0.7 ആള് മാത്രം, അതായത് ഒരാൾ പോലും തികച്ച് മരണാനന്തര അവയവദാനത്തിനായി മുന്നിട്ട് വരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ പല വികസിത രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മരണാനന്തര അവയവദാന
പദ്ധതികൾ നല്ല രീതിയിൽ നടക്കുന്ന രാജ്യങ്ങളിൽ ഏകദേശം 50 ആളുകളെങ്കിലും ഓരോ മില്യൺ പോപ്പുലേഷനിലും മരണാനന്തര അവയവദാനത്തിനായി സന്നദ്ധത അറിയിച്ച് കടന്നു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്ര ജനസംഖ്യയുള്ള നമ്മുടെ നാട്ടിൽ പോലും ഒരാൾ പോലും ഓരോ മില്യൺ പോപ്പുലേഷനും മരണാനന്തര അവയവദാനത്തിനായി കടന്നു വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കേരളത്തിൽ മാത്രം 2500ഓളം ആളുകൾ അവയവം സ്വീകരിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യത്തിലും കഴിഞ്ഞ വർഷം ആകെ 11 പേര് മാത്രമാണ് മരണാനന്തര അവയവദാനത്തിനായി സന്നദ്ധരായി കടന്നു വന്നത്. അത്രയും വലിയൊരു ഗ്യാപ്പാണ് ഈ ഒരു പ്രക്രിയയിൽ ഉള്ളത്. പൊതുവെ പല ആളുകളും ഇതിനോട് മുഖം തിരിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് ദൃശ്യമാവുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയേഴ്സ്. കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ തന്നെ ഏകദേശം 40,000-ഓളം ആളുകൾ ഡയാലിസിസിൽ തുടരുന്നുണ്ട്. അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. മരണാനന്തര അവയവദാനത്തിലൂടെ ഇതിനായി തയ്യാറായി വരുന്നവർ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതം മാത്രമല്ല രക്ഷിക്കുന്നത്, ഒരുപക്ഷെ അവരുടെ കുടുംബത്തെ മൊത്തമായിരിക്കും രക്ഷിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ മസ്തിഷ്ക മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒന്ന് റോഡ് ട്രാഫിക് ആക്സിഡന്റുകൾ തന്നെയാണ്. കേരളത്തിൽ 2021, 22, 23 വർഷ കാലയളവിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 12,000-ഓളം ആളുകൾ റോഡ് ട്രാഫിക് ആക്സിഡന്റ്സിലൂടെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ആളുകളിൽ നിന്ന് ഏകദേശം ഒരു 1000 പേരെങ്കിലും മസ്തിഷ്ക മരണം സംഭവിച്ചായിരിക്കും മരണപ്പെട്ടതെന്ന് നമ്മൾ ഉദാഹരണത്തിന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ ആ 1000 പേരിൽ നിന്ന് 500 പേരെങ്കിലും മരണാനന്തര അവയവദാനത്തിന് തയ്യാറായി വരികയാണെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഏകദേശം 6, 7, 8 ജീവിതം അവർക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ 500 പേര് തയ്യാറായിട്ട് വന്നാൽ ഏകദേശം 4000-ഓളം ആളുകൾക്ക് ഒരു പുതുജീവനേകാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാവാൻ പറ്റും അവരും വളരെ വിഷമമുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നിരുന്നാലും അങ്ങനെ ഒരു ഡിസിഷൻ അവർക്ക് ആ ഒരു സമയത്ത് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിരവധി ആളുകളുടെ ജീവിതത്തിലേക്ക് ഒരു പുതുജീവനേൽക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന ബോർഡർ ഗവാസ്കർ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം തോറ്റതോടെ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കടക്കാതെ പുറത്തായി. ഇന്ത്യയുടെ സമീപകാലത്തെ ഏറ്റവും ദയനീയ പരാജയമാണ് പരമ്പരയിൽ കണ്ടത്. നിലവിലെ ഇന്ത്യൻ ടീമിനെ വിലയിരുത്തുന്നു BCCI മാച്ച് റഫറി P. രംഗനാഥൻ. വളരെ മികച്ച രീതിയിൽ ഓസ്ട്രേലിയയെ വിറപ്പിച്ചുകൊണ്ടുള്ള ആദ്യ ടെസ്റ്റ് വിജയം അത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ത്യയുടെ കരുത്തുറ്റ ബോളിംഗ് നിര തീർത്തും ഉജ്ജ്വലമായിട്ടൊരു ബോളിംഗ് പ്രകടനത്തോടുകൂടി ആദ്യ ടെസ്റ്റ് വിജയിച്ചു. പിന്നീട് കണ്ടത് ഓസ്ട്രേലിയ വിജയിക്കുന്നു, ഒരു മത്സരം മഴ കാരണം സമനിലയിലോട്ട് പോകുന്നു, വീണ്ടും ഒരു ഓസ്ട്രേലിയ വിജയിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ആവേശമായിട്ട് 5ാം ടെസ്റ്റ് വരുന്നു. ഈ പരമ്പരയിൽ ഉടനീളം ഏറ്റവും അലട്ടിയത് ഇന്ത്യയുടെ ബാറ്റർമാർ തന്നെയാണ്. പൂർണ്ണമായിട്ടും ടോപ്പ് ഓർഡർ ബാറ്റർമാര് പരാജയപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ബാറ്റർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വിരാട് കോഹ്ലി, അദ്ദേഹത്തിന്റെ ദയനീയമായിട്ടുള്ള ഒരു പരാജയം, അദ്ദേഹത്തിന് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഓരോ മത്സരങ്ങളിലും മറന്നുപോകുന്ന രീതിയിലുള്ള ഒരു പ്രകടനം. കൂടാതെ രോഹിത് ശർമ്മയുടെ പ്രകടനം അതിലും ദയനീയമായിട്ട് തന്നെ അദ്ദേഹം കളിച്ച 3 ടെസ്റ്റിലും നമുക്ക് കാണാൻ സാധിച്ചു. വീണ്ടും അവസാന ടെസ്റ്റ് അദ്ദേഹം മാറി നിൽക്കുന്നു. ഇവിടെ ഒരു കൺസിസ്റ്റൻസി എന്നുള്ള രീതിയിൽ ബൗളർമാര് വളരെ മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുത്തെങ്കിലും ബാറ്റർമാര്, പ്രത്യേകിച്ച് ടോപ്പ് ഓർഡർ ബാറ്റർമാർ ദയനീയമായിട്ട് പരാജയപ്പെടുന്നു, KL രാഹുൽ ഉൾപ്പെടെയുള്ളവർ. അപ്പൊ ഇന്ത്യയുടെ ബാറ്റർമാരാണ് ഈ പരമ്പര കൈവിട്ട് പോയതിന് ഉത്തരവാദി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ബോളിംഗ് സ്വതവേ വളരെ മികച്ചതായിരുന്നു. കാരണം സിറാജ് ആയാലും ബുംറ ആയാലും, കൂടാതെ സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദർ പരമ്പരയിൽ ഇടയിൽ വെച്ച് അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. കാരണം അശ്വിനെ ഒരു മത്സരത്തിലും കളിപ്പിക്കുന്നില്ല, അദ്ദേഹം മടങ്ങിപ്പോകുന്നു. ജഡേജ, അദ്ദേഹം ബാറ്റിംഗിൽ മികവ് കാണിച്ചെങ്കിലും ബോളിംഗിൽ അദ്ദേഹം പൂർണ്ണ പരാജയമായിരുന്നു. മറുവശത്ത് ഓസ്ട്രേലിയ അങ്ങനെയല്ല. ലയന്റെ ഒക്കെ ബോളിംഗ് മികവ് നമുക്ക് കാണാൻ സാധിച്ചു. ക്രൂഷ്യലായിട്ട് അദ്ദേഹം വിക്കറ്റ് നേടുന്നു. അതുപോലെ ഒരു സ്പിൻ അറ്റാക്ക് ഇന്ത്യക്ക് പുറത്തെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു തോൽവിയുടെ കാരണമായിട്ട് പറയണം. പിന്നീട് നമ്മുടെ ഏറ്റവും എടുത്തു പറയേണ്ട 2 സെൻസേഷൻ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജയ്സ്വാളും നിതീഷ് റെഡ്ഡി. അദ്ദേഹത്തിന്റെ ആ ഒരു ഉജ്ജ്വല സെഞ്ചുറി, അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവ്, എല്ലാ രീതിയിലും ഒരു നല്ല ഓൾറൗണ്ടറായിട്ട് ഈ യങ്സ്റ്റർ മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാം നോക്കുമ്പോൾ ജയ്സ്വാളും റെഡ്ഡിയും ഒഴിച്ചു കഴിഞ്ഞാൽ ബാറ്റിംഗിൽ പൂർണ്ണമായിട്ടും എല്ലാവരും പരാജയപ്പെടുന്ന ഒരു കാഴ്ച. ഋഷഭ് പന്ത് ഒരു പരിധി വരെ അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ ബാറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. പക്ഷെ മറ്റുള്ളവരെല്ലാം പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്നു. അപ്പൊ ഇനി ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കേണ്ട സമയമായിട്ട് മാറിയിരിക്കുന്നു. ഇന്ത്യക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. സീനിയർ ജൂനിയർ എന്നല്ല ഉപരിയായിട്ട് ടീം ഇന്ത്യ എന്നുള്ള രീതിയിൽ അവർക്ക് സമ്മർദ്ദത്തെ അതിജീവിക്കാനോ അല്ലെങ്കിൽ പെർഫോം ചെയ്യാനോ സാധിച്ചില്ല. അത് തന്നെയാണ് ഈ പരമ്പര ഇന്ത്യ നഷ്ടപ്പെടുത്തിയതിന്റെ
ഏക കാരണം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.